ഹലോ ഗൈസ്, സത്യം പറയാൻ ഞാൻ ചെയ്യുന്ന ജേർണിങ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇന്ന് ഒരു ജേർണിങ് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ച് ചെയ്യാം. അതിനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ യെല്ലോ പേപ്പറുണ്ട്, പിന്നെ ബ്രൗൺ പേപ്പറുണ്ട്, പിന്നെ ഓറഞ്ച് പേപ്പറുണ്ട്. ബ്രൗൺ ഇതാ, ഓറഞ്ച് ഇതാ, പിന്നെ പിങ്കും ഉണ്ട്. പിങ്കല്ല, സോറി, പർപ്പിൾ. ഈ കളേഴ്സാണ് എൻ്റെ ജേർണിങ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ, ഒളിയുന്ന സ്റ്റിക്കറാണിത്. പിന്നെ കുറച്ച് പേപ്പറും ഉണ്ട്, പിന്നെ ഒരു സിസറ്, പിന്നെ ഉള്ളതാണ് ഒരു ഗം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലേ ജേർണിങ്. അതിനായിട്ട് ഈ ഒരു പേജ് ഉണ്ട്, ഇത് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് കീറാം. നടുക്കുന്നാണ് കീറേണ്ടത്. ഇതാ കീറിയിട്ടുണ്ട്, ഇതുപോലെ പീസ് ഇട്ടു. പിന്നെ ഇതാ അതിൻ്റെ ചെറുതും കൂടി ഒന്ന് കീറാം. ചെറുത് കൂടി ഇത്ര ചെറുത് ഇട്ടു. നമുക്ക് ഇതാ ഓപ്പൺ ചെയ്യാം. അപ്പം ഇതുപോലെ ഹോൾസ് ഇട്ടിട്ട് ഉള്ളിൽ നമ്മൾ ചെറിയ പരിപാടി തുടങ്ങാം. ചെറിയ ചെയ്യാനായിട്ട് ആദ്യം പേപ്പറാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് പരിപാടി തുടങ്ങിയാലോ. ഇതിൻ്റെ ഉള്ളു ഭാഗത്ത് ഞാൻ ഇപ്പുറം മറിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫുൾ ഫിറ്റ് ചെയ്തെടുക്കാറാണ്. ഇനി നമുക്ക് ഈ സ്കെച്ച് എടുക്കാം. ഞാൻ ഇത് 24 പീസുള്ള ഒരു സ്കെച്ചാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് നമ്മുടെ ജേർണി തുടങ്ങാം. നമ്മുടെ ജേർണി എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എൻ്റെ ജേർണി ആക്കി കാണിക്കാറൊന്നുമില്ല കേട്ടോ. 20 പീസസ് വരുന്ന ഒരു ജേർണി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. നമ്മൾ ജേർണി കണ്ടാലോ. ഇതിൻ്റെ അകത്ത് ഏതെണ്ണം ചെയ്യും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഏത് ചെയ്യും? തൽക്കാലം നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് യെല്ലോ ചെയ്യാം. യെല്ലോ ജേർണിയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലോ, ഒരു കാര്യം മറന്നുപോയി. നമ്മൾ യെല്ലോ ഓൾറെഡി ചെയ്തു. ഞാൻ യെല്ലോ ചെയ്തിട്ടുണ്ട്. അപ്പം യെല്ലോ വേണ്ട. യെല്ലോ പിന്നെ എന്തിനാണ് ആക്കിയത് ഞാൻ? പിന്നെ ബ്രൗൺ ആക്കാം. ബ്രൗൺ പിന്നെ ഞാൻ ചെയ്യാത്തൊരു കളറാണ്. എന്നാൽ ബ്രൗണിലേക്കാണ് അടുത്ത ഉപയോഗിക്കുക, വിടച്ചേക്കുക. നമുക്ക് ചെയ്താലോ. ഞാൻ ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ